ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ സംവരണം കൊടുക്കുമ്പോൾ ക്രീമി ലെയറിനെ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നു ആ വിധി അംഗീകരിക്കത്തില്ല. അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടന എന്താണോ പറയുന്നത് അതേ SC/ST വിഭാഗത്തിന് നടപ്പാക്കാൻ പറ്റൂ എന്ന് പറയുന്നു. ഇതെങ്ങനെ കേന്ദ്ര സർക്കാരിന് പറയാൻ പറ്റും? എന്തു ചെയ്യും? ഇല്ല, ആ കേസ് വന്നത് എങ്ങനെയാണ്? പഞ്ചാബും പിന്നെ ആന്ധ്രയോ തെലങ്കാനയോ, ആന്ധ്രയാണെന്ന് തോന്നുന്നു, ഇവർ ഈ ക്രീമി ലെയർ അല്ലാതെ വാസ്തവത്തിൽ ഈ പട്ടിക വിഭാഗം എന്ന് പറയുന്ന ആ പട്ടികയിലുള്ള ജാതിക്കാർ, ആ ജാതിക്കാരിൽ ചില പ്രത്യേക ജാതികൾ ആണ് ഈ ആനുകൂല്യങ്ങൾ നേടുന്നത്. മറ്റ് ജാതികൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നില്ല, അഥവാ വാങ്ങിച്ചെടുക്കാനുള്ള സാമർഥ്യം പോലും അവർക്കില്ല. അപ്പോൾ അവരാണ് ഈ അതിപിന്നാക്ക വിഭാഗം എന്നൊക്കെ പറയുന്നവർ. അപ്പോൾ അവർക്കൊരു മുൻഗണന കൊടുക്കേണ്ടത്. അതിൽ കഴിഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഈ സംവരണം അത് ഇതൊക്കെ വന്നു കഴിഞ്ഞുള്ള ആദ്യം കൊടുക്കുന്നത് SC/STക്കാണ് 10% സംവരണം. പിന്നെ അത് 10 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നു. അംബേദ്കർ പോലും 10 വർഷമാണ് സംവരണം പറഞ്ഞത് ഭരണഘടനയിൽ. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ശരിയാവുന്നവരുടെ ഒപ്പം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ എത്തിയില്ലാഞ്ഞിട്ടോ, അത് മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറി. അതിങ്ങനെ 10 വർഷം വെച്ച് നീട്ടിക്കൊണ്ടിരുന്നു. പിന്നെ മണ്ഡൽ കമ്മീഷൻ വന്നു. അപ്പോൾ OBCയും കൂടെ അതിനകത്ത് വന്നു. OBCയിൽ വന്നു കഴിഞ്ഞപ്പോൾ OBCയിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തി. OBC ഒരു പ്രത്യേക രീതിയിൽ അടിച്ചു കയറി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തി. ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ ഇങ്ങനെ ഈ അതിപിന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെന്നും അവർക്കായിട്ട് കുറച്ചെങ്കിലും റിസർവേഷൻ പ്രത്യേകം ഷെഡ്യൂൾ കാസ്റ്റിനുള്ളിലും ഷെഡ്യൂൾ ട്രൈബിനുള്ളിലും പ്രത്യേകം റിസർവേഷൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരെക്കാലത്തും അടിയിലേക്ക് കിടക്കുകയുള്ളൂ. കാരണം അവരുടെ കൂട്ടത്തിൽ സമർത്ഥന്മാരായിട്ടുള്ളവർ മാത്രം കയറിപ്പോകും. അപ്പോൾ നമ്മൾ പാർലമെൻറ്റിൻ്റെ ഇത് നോക്കിയാലും ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ കോട്ട ചിലയിടത്തൊക്കെ തീർന്നിട്ടുണ്ട്, ചിലയിടത്ത് തീരാതെ പോലും കിടപ്പുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രത്യേക ജാതിക്കാരാണ് വന്നിരിക്കുന്നത്. അവർ ഷെഡ്യൂൾ ട്രൈബ് തന്നെയാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു പ്രത്യേക ജാതിയാണ്. അപ്പോൾ ബാക്കി ജാതികൾ ഇവിടെ അവർക്കൊരു പ്രാതിനിധ്യം വേണ്ടേ. ഇതായിരുന്നു ഈ 2 സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ നിയമം. ഈ നിയമമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്നുള്ള ചോദ്യമാണ് കോടതി പരിശോധിച്ചത്. ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല, ഈ ചെയ്തിരിക്കുന്നത് ശരിയാണോ അല്ലയോ. കോടതി ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ ചെയ്തത് ശരിയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അവർ ഈ സംവരണം എന്ന് പറഞ്ഞാൽ മെരിറ്റും പിന്നെ നിങ്ങളുടെ ജാതിയും തമ്മിലുള്ള ഒരു യുദ്ധമല്ല, അങ്ങനെ കാണരുത്. മെരിറ്റ് എക്കാലത്തും മെരിറ്റ് തന്നെയാണ്, അതിന് വ്യത്യാസം വരാൻ പാടില്ല. ബട്ട് ജാതി ഒരു പ്രത്യേക ക്ലാസ് അല്ല. ഇപ്പോൾ ഒരു പ്രയോഗം സുപ്രീം കോടതി അതിലെടുത്ത് പറയുന്നുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് പറയാറുള്ളത്, ബാക്ക്വേർഡ് കാസ്റ്റ് എന്നല്ല. OBCയുടെ ലോങ് ഫോം എന്താ? അതർ ബാക്ക്വേർഡ് ക്ലാസ്, കാസ്റ്റ് എന്നല്ല. ശരിയാണ്. അപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുകയും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയും. അവിടെ ഷെഡ്യൂൾഡ് ക്ലാസ് എന്നല്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സും കാസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനൊരു സംവരണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എല്ലാവരെയും ഒപ്പം കൊണ്ടുവരിക, എല്ലാവർക്കും ഒരേ പരിഗണനയിൽ എത്തുക. ഈ പരിഗണനയിൽ എത്താൻ പോലും കഴിവില്ലാത്തവരുണ്ട്. ഇപ്പോൾ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അവരിൽ നഗരവാസികളുമായിട്ട് ഇൻറ്ററാക്ഷനൊക്കെ ഉള്ളവർ, ഒരു തഹസിൽദാർ ഓഫീസിൽ പോയാൽ എന്തെങ്കിലും കാര്യം സംസാരിക്കാനൊക്കെ മിടുക്കുള്ളവർ ഉണ്ട്, ഇതില്ലാത്തവരുമുണ്ട്. അവരിവരെ ആശ്രയിച്ചിട്ടാണ് ഈ ഫോറം എന്താ ചെയ്യേണ്ടത് അവനൊന്നും അറിഞ്ഞുകൂടാ. ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല, തഹസിൽദാർ ആരാണെന്നറിയില്ല, ജില്ലാ കളക്ടർ ആരാണെന്നറിയില്ല, സർവേ നമ്പർ എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അവർക്ക് മാത്രമായിട്ട് കുറച്ച് സീറ്റുകൾ മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. സ്റ്റഡി നടത്തിയിട്ട്
വെറുതെ ആർബിട്രറി ആയിട്ടല്ല. ആ മാറ്റി വെക്കുന്ന എക്സിസ്റ്റിംഗ് സീറ്റിൽ നിന്നല്ലേ മാറ്റി അത്രേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ക്രീമി ലെയർ. ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഈ വരുമാനത്തിൻ്റെ പേരിലാണ്. ഇതിൽ വരുമാനം നോക്കിയിട്ടല്ല, നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ടാണ്. 100 പേരിൽ എത്ര പേരുണ്ട്? നമ്മളൊരു ഒരു പരിച്ഛേദം എടുത്താൽ എല്ലാ ജാതിക്കും ഏകദേശം ഒരു കൃത്യം മെക്കാനിക്കൽ ബാലൻസിലിട്ട് തൂക്കിയല്ല, ഏകദേശമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് വരുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ഒരു സർവേ നടത്തി ബോധ്യപ്പെട്ട ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഇത് ചെയ്യാൻ അവകാശമുണ്ട്. അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കില്ല. ഇതാണ് സർക്കാർ ചെയ്യണമെന്ന് കോടതി പറഞ്ഞില്ല, ചെയ്യരുതെന്ന് കോടതി വിധി ചെയ്യാൻ അവകാശം. വായിച്ചാൽ ക്രീമി ലെയർ SC/ST വിഭാഗത്തിൽ ഏർപ്പെടുത്തി എന്ന തരത്തിലാണ് പരക്കെ വായിക്കപ്പെട്ട വ്യാഖ്യാനം വന്നത്. കാരണം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 5 ജഡ്ജിമാരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണില്ല. അതിൽ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് ജഡ്ജ്മെൻറ്റ് എഴുതിയത്. ചന്ദ്രചൂഡ് ചീഫും മറ്റൊരാളും കൂടെ ഒരു ജഡ്ജ്മെൻറ്റ്. അപ്പോൾ 2 പേര് പോയി, ബാക്കി 3 പേര്. 4 ജഡ്ജ്മെൻറ്റ് വന്നു. ഈ 4 ജഡ്ജ്മെൻറ്റിൽ 4 രീതിയിലാണ് ഇതിൻ്റെ അനാലിസിസും കൺക്ലൂഷനും ചിലതൊക്കെ പരാമർശങ്ങളായിട്ടുമൊക്കെ പോയിട്ടുള്ളത്. ബേസിക് ഇഷ്യൂ ഒന്നാണ്. ബട്ട് വാസ്തവത്തിൽ ഈ 4 ജഡ്ജ്മെൻറ്റും ചേർത്തിട്ട് ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എഴുതാമായിരുന്നു. അത് എഴുതിയിരുന്നെങ്കിൽ ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഈ ചർച്ച അല്ല, നിയമജ്ഞന്മാർക്ക് ഇതിൽ സംശയമൊന്നുമില്ല, നിയമം അറിയാവുന്നു. പക്ഷേ ശരിക്കും എന്തായിരുന്നു ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു? ഔട്ട്കം ഇത് തന്നെ. ഇങ്ങനെ ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ടോ? പഠനം നടത്തി ഇത് ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ട്. അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനാ വിരുദ്ധമല്ല. അങ്ങനെ ചെയ്യണമെന്നല്ല ചെയ്യോ ശബരിമല കേസിലെ വിധി പോലെ. അതെ, പ്രവേശിക്കാം, സ്ത്രീകളെ യുവതികളെ കയറ്റണമെന്നല്ല, കയറാം എന്നാണ്. അതുപോലെ ഇത് സർക്കാരിന് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ അതിലിട്ടിട്ടുണ്ട്. നിങ്ങളൊരു പഠനം നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ ബേസിസിൽ വേണം ഇത് ചെയ്യാൻ. അല്ലാതെ അക്കോർഡിംഗ് ടു യുവർ വിംസ് ആൻഡ് ഫാൻസീസ് ഇവന് കൊടുക്കാം, മറ്റു ഉള്ളാടിന് കൊടുക്കാം, മലമ്പണ്ടാരത്തിന് കൊടുക്കണില്ല. ഇങ്ങനെ ആർബിട്രറി ആയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങളൊരു സ്റ്റഡി നടത്തി നിങ്ങൾ കണ്ടെത്തുകയാണ് ഇന്ന വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല എന്ന് കണ്ടെത്തുന്നു. ആ വിഭാഗങ്ങൾക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇത്ര കാലത്തിനുള്ളിൽ ഇവരെ പ്രത്യേകം പരിഗണിച്ചിട്ട് അവരുടെയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരുകൾക്കുണ്ട്, കേന്ദ്രത്തിനാണെങ്കിലും. അപ്പോൾ ഈ നമ്മുടെ അശ്വിനി കുമാർ ആണ് ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, മന്ത്രി. പുള്ളിയാണ് INBയുടെ മന്ത്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താ, ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്? ഇത് തന്നെ അവകാശമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പം നിലവിലുള്ള സിസ്റ്റം തുടരും. കാരണം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ JDU നിതീഷ് കുമാറിൻ്റെ ജാതി ബീഹാറിൽ 2% ഉള്ളൂ. ബട്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി. നിതീഷ് കുമാറിൻ്റെ തന്നെ ബ്രാക്കറ്റിൽ പെടുന്ന മറ്റ് ജാതിക്കാരുണ്ട്. അവർക്ക് സർക്കാർ ഉദ്യോഗം പോലും വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ജാതിയിൽപ്പെട്ട ആൾ മുഖ്യമന്ത്രി വരെയായി, അവർക്ക് ഉദ്യോഗങ്ങളും സംഗതിയൊക്കെയാണ്. അപ്പോൾ ഈ നിതീഷ് കുമാറിനെ പോലുള്ള പൊളിറ്റീഷ്യൻസ് ചെയ്യാൻ പോകുന്നത് എന്താ, ഒരു പഠനവും വേണ്ട, ഇപ്പോഴുള്ള മാറ്റണ്ട. കാരണം അതിൻ്റെ ബെനിഫിഷ്യറി ഞാനാണ്. ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരുണ്ട്, കോൺഗ്രസ്സിൽ, കമ്മ്യൂണിസ്റ്റിൽ, BJPയിൽ ഒക്കെ ഉള്ളവരുണ്ട്. ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC, MP മാർ, MLA മാർ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എണ്ണം പറഞ്ഞ് ഞെളിയുമല്ല. ഈ എണ്ണം പറഞ്ഞ് ഞെളിയുമ്പോൾ ഇവരൊക്കെ ഏത് ജാതിയിൽപ്പെട്ടവരാണ് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക ജാതിയിൽ നിന്നാണ് ഇവർ വരുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത്, ഇപ്പോൾ കേരളത്തിൽ ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസ് വാങ്ങുന്നവരാണ് ഈ CSI സഭക്കാർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിവർത്തിത ക്രൈസ്തവർ. അവർ പരിവർത്തിതരാണ്, പക്ഷേ അവർ ഷെഡ്യൂൾ ട്രൈബാണ്. ഷെഡ്യൂൾ ട്രൈബിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടും. അവരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അതുപോലെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ആൾക്കാർ. ഈ സംശയമായ സാഹചര്യത്തിൽപ്പെട്ട് ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ആണെന്നൊരു കണക്കിന് റെക്കോർഡൊക്കെ വെച്ച് തെളിയിച്ച്
അങ്ങനെ നടക്കുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. വലിയ തർക്കമാണ് ഇപ്പോഴും ആ തീരാത്ത തർക്കത്തിലാണ്, സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ ലീഗലി ഇറ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്, അങ്ങനെ ഷെഡ്യൂൾ കാസ്റ്റാണ്. ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രാതിനിധ്യം എടുക്കുക, കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവർ പ്രാതിനിധ്യം എടുക്കുക, ആ പ്രാതിനിധ്യം വളരെ കൂടുതലായിരിക്കും. അവരെണ്ണത്തിൽ കുറവാണ്, പക്ഷേ പ്രാതിനിധ്യത്തിൽ വളരെ മുകളിലാണ്. അല്ല, നമ്മുടെ ഈ മലയരയ എന്ന് പറയുന്ന വിഭാഗം എത്രയോ സിവിൽ സർവീസ് ഓഫീസർമാർ ആ കൂട്ടത്തിലുണ്ട്, പോലീസുകാർ, IG, അതെ, കോപ്പിയടിക്ക് പിടിക്കപ്പെട്ട ഒരു IG, അതെ, ഇതൊക്കെ ഉണ്ട്. കുറേ പേര് മലയരയരാണെന്നുള്ള വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ കേസും വന്നിട്ടുണ്ട്. ഈ അതിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ നമ്മളുടെ ഷെഡ്യൂൾ ട്രൈബ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടത്തുന്ന വിഭാഗമുണ്ട്, പോലീസുമൊക്കെ ചേർന്നിട്ട്. ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ട് ഇയാൾ ഷെഡ്യൂൾ ട്രൈബിലായിരുന്നു ജനിച്ചതെന്നും, അല്ലെങ്കിൽ ഇയാളുടെ വംശം ഷെഡ്യൂൾ ട്രൈബ് ആയിരുന്നു എന്നും, കുടുംബം അങ്ങനെ ആയിരുന്നു എന്നും, ഇയാളുടെ അച്ഛൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനി എടുത്തോണ്ടിരുന്നതെന്നും ആന്ത്രോപോളജിക്കൽ സ്റ്റഡി റിപ്പോർട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. അതുകൊണ്ട് ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയിൽ തിരിമറി നടത്തി ഒരിക്കൽ നിങ്ങൾ ഷെഡ്യൂൾ ട്രൈബ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈനൽ, പിന്നെ അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടത്തുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. പലപ്പോഴും ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഗ്രൂപ്പുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വർഗ ബഹുജന താല്പര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഡിമാല ഗുണ്ടന്മാരെ വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട് SC ST സ്റ്റാറ്റസ് അനുഭവിച്ചുകൊണ്ടിരിക്കും. യു കനോട്ട് ക്വസ്റ്റ്യൻ ഈവൻ ഇൻ സുപ്രീം കോർട്ട്. കാരണം സുപ്രീം കോർട്ട് പറഞ്ഞു ഈ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് ഡിസ്പ്യൂട്ട് ഇത് എവിടെയെങ്കിലും അവസാനിക്കണം. അതെ അതെ, അങ്ങനെ അവർ അവസാനിപ്പിച്ചു. അതിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്, കുറേ അധികം അവർ എഴുതിയിട്ടുമുണ്ട് കേട്ടോ. ആ ഗവായിയുടെയൊക്കെ ജഡ്ജ്മെൻറ്റ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ജഡ്ജ്മെൻറ്റാണ്. അതിൽ സൊസൈറ്റിയെ അങ്ങേര് പഠിച്ചിരിക്കുന്ന കാര്യം, പിന്നെ ഏറ്റവും വലിയ കോടാലിയായിട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്ന ചാതുർവർണ്ണ സൃഷ്ടം BR ഗവായി ബോൾഡായിട്ട് ആ ശ്ലോകത്തെ അങ്ങ് എടുത്തു, അനലൈസ് ചെയ്തു. എന്നിട്ട് ഭാരതത്തിൽ കാസ്റ്റ് സിസ്റ്റം നിലവിൽ വന്നത് ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്നതിന് ശേഷമാണ് എന്ന് കൺക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ. അതിനു മുമ്പ് ഈ വർണ്ണ സിസ്റ്റമായിരുന്നു. അവരവരുടെ ഗുണങ്ങളനുസരിച്ച് അവരെ അങ്ങനെ ഫൈറ്ററായിട്ട്, വൈദ്യനായിട്ട്, അധ്യാപകനായിട്ട് ഒക്കെ നിയമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അധ്യാപകരുടെ കൂട്ടായ്മ AKPCTA അങ്ങനൊരു വിഭാഗം, കേരള വ്യാപാരി വ്യവസായി അസോസിയേഷൻ അങ്ങനെ ഒരു കൂട്ടായ്മ, വൈശ്യരുടെ കൂട്ടായ്മ, ഇതാണ് വർണ്ണവ്യവസ്ഥ. അതിനകത്ത് മഹാത്മാഗാന്ധിയൊക്കെ വർണ്ണവ്യവസ്ഥയെ അനുകൂലിച്ചത് അങ്ങനെയാണ്. ഇങ്ങനത്തെ കൂട്ടായ്മകളാണ് ഇവർ. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ്. ആ വിഭജനത്തിൽ തെറ്റൊന്നുമില്ല. അവർ തമ്മിൽ വഴക്കുമില്ല. വ്യാപാരി വ്യവസായി അധ്യാപക സംഘടനയും തമ്മിൽ വല്ല വഴക്കുമുണ്ടോ? ഇവരവരുടെ പേരിലോ അവരിവരുടെ പേരിലോ കേസും കുടച്ചക്രമായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം അവർ വേറെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ ഫങ്ഷണൽ ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്, അറിയാമോ? എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൊട്ടനെയാണ് നമ്മൾ MLA MP ആയിട്ട് അയക്കുന്നത്. അത് പറ്റില്ല. ആശാരിമാർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ മരപ്പണി ചെയ്യുന്നവരെല്ലാം കൂടെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. ഡോക്ടർമാരെല്ലാം കൂടെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. ചുമട്ടുകാരെല്ലാം കൂടെ ഒരു ചുമട്ട് തൊഴിലാളി അവരുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കും. അയാൾ ചുമട്ട് തൊഴിലാളിയായിരിക്കണം, രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല. ഇപ്പം ചുമട്ട് തൊഴിലാളിയും മറ്റ് തൊഴിലാളികളെയൊക്കെ രാഷ്ട്രീയക്കാരനാണ്. അവൻ ഒരു കാലത്ത് കർഷക തൊഴിലാളി നേതാവ്. കൃഷി എന്താണെന്ന് അവനറിയാൻ പറ്റില്ല. അതെ, പാടത്തിറങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ ഒരു ഈ കുട്ടനാട്ടിൽ നെല്ലിൻ്റെ പ്രതിഫലം കിട്ടാഞ്ഞിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പ്രബലരായ പാർട്ടിക്കാർ, ഈ കർഷക സംഘം എന്നൊക്കെ പറയുന്ന നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ആലപ്പുഴയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി നേതാവുമാണ്. ഇവൻ്റെ അച്ഛൻ കൃഷി നിർത്തി എന്നുള്ളതാണ് ഇവൻ്റെ യോഗ്യത. ഇവനായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഇവൻ ആലപ്പുഴ നടത്തിയിട്ടുണ്ട്, അച്ഛൻ കൃഷി നടത്തിയിട്ടുണ്ട്. ഇവൻ്റെ കായബലം കൊണ്ട് സാമർഥ്യം കൊണ്ടുമൊക്കെ സകല പാർട്ടിയിലും ഒക്കെ അപ്പം ശരി അയാൾക്ക് KSKTയുടെ സെക്രട്ടറി സ്ഥാനം കൊടുക്കപ്പോൾ തീർക്ക്. ഇങ്ങനെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇഷ്യൂ പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, കർഷകന് നെല്ലിൻ്റെ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാ ഇത് കൊടുക്കേണ്ടത്? അല്ല, അത് സർക്കാർ കൊടുക്കണം. ഞാൻ പറഞ്ഞു, എങ്ങനെ കൊടുക്കണം? അല്ല, അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. അറിയില്ല ഇവർക്ക്.
ആ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. സപ്ലൈകോയുടെ റോൾ എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അത് ചുരുക്കത്തിലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കണ്ടേ, അവർക്കറിയില്ല. അപ്പോൾ ഏതായാലും ഈ സംഭവം ഇതായിരുന്നു. അപ്പോൾ കർഷകരുടെ ഒരു പ്രതിനിധി പോകും, അയാൾ കർഷകനായിരിക്കും. ഇതാണ് ഫങ്ഷണൽ ഡെമോക്രസി. ഇപ്പോഴും ഫങ്ഷണൽ ഡെമോക്രസി ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ല, ഫങ്ഷണൽ ഡെമോക്രസിയാണ് വേണ്ടത്. അപ്പോഴേ പാർലമെൻറ്റിൽ എല്ലാവരുടെയും കാര്യം ഉന്നയിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ. ഒരു ബില്ല് വന്നു കഴിയുമ്പോൾ ആശാരിമാർ അല്ലെങ്കിൽ തട്ടാൻ്റെ പ്രതിനിധികൾ എണീറ്റ് പറയും, അതെ ഇത് നമുക്ക് തട്ട് കിട്ടും കേട്ടോ. പാർട്ടി സിസ്റ്റം അല്ലല്ലോ. അതുകൊണ്ട് ഒരേ പാർട്ടിയിലുള്ള തട്ടാനും ആശാരിയും അവർ രണ്ട് തട്ടിലായിരിക്കും പാർലമെൻറ്റിൽ. അവർ ചേട്ടൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഓ അത് ശരിയാണ്, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തട്ട് കിട്ടുമല്ലേ, അപ്പോൾ ശരി നമുക്ക് ഇതിനൊരു കോംപ്രമൈസ് വർക്കൗട്ട് ചെയ്യാം. ഈ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഫങ്ഷണൽ ഡെമോക്രസി. അതുകൊണ്ടാണ് ഈ വർണ്ണവ്യവസ്ഥയൊക്കെ ഗാന്ധിജി പിന്തുടർന്നത്. ഗാന്ധിയും നാരായണ ഗുരുവും തമ്മിലുള്ള തർക്കത്തിൽ ജാതിയായിരുന്നു, വർണ്ണമല്ല. ജാതി വ്യവസ്ഥ ചോദിച്ചപ്പോഴാണ് നാരായണ ഗുരു പറഞ്ഞത്, ഒരു മരത്തിലെ ഇലയെല്ലാം കടിച്ചു നോക്കിയാൽ ഒരുപോലെ ഇരിക്കും, ഉള്ളിൽ രസം കൊണ്ട് എല്ലാം ഒന്നാണ്, ഷേപ്പ് വേറെ വേറെയാണെന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള സംഭാഷണം നടക്കാൻ കാര്യം ഇതാണ്. അപ്പോൾ ഈ സാധനം ഈ ഷെഡ്യൂളിന് ഉള്ളിൽ കുറച്ച് പേര് പിന്നിലായി പോയോ എന്ന് പരിശോധിച്ചിട്ട് അവർക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. വേണോ വേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. ഇതാണ് സർക്കാർ തീരുമാനിച്ചു. സർക്കാർ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഇത് നിലവിലുള്ള സ്ഥിതി തുടരും. പക്ഷേ സംസ്ഥാനങ്ങൾക്കും ഈ അധികാരമുണ്ട്. അപ്പോൾ ഇപ്പോൾ പഞ്ചാബ് ഇത് ചെയ്തെങ്കിൽ പഞ്ചാബിന് അതുമായിട്ട് മുന്നോട്ട് പോകാം. കേന്ദ്രം കൂടെ ഇല്ലെന്നേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഈ ജോലി വന്നു കഴിയുമ്പോൾ അതിനകത്ത് റിസർവേഷൻ. ഇതിൽ നമ്മുടെ ഈ സംസാരം പഞ്ചാബ് സർക്കാരിൻ്റെ കാര്യത്തിൽ അവർക്ക് സംസാരം വളരെ നന്നായി. കാരണം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് SC/ST അവകാശങ്ങൾ സുപ്രീം കോടതി ഹനിച്ചു, കവർന്നെടുത്തു, അവിടെ ക്രീമി ലെയർ കൊണ്ടുവന്നു എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. ഇല്ല. ക്രീമി ലെയറിന് സാമ്പത്തിക അവസ്ഥയുമായിട്ടാണ് ബന്ധം. അതിൽ ക്രീമി ലെയർ വന്നത് അവർ ഒരു പ്രത്യേക വരുമാനത്തിന് മുകളിൽ നിരന്തരം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ദേ ആർ കംഫർട്ടബിൾ. അതുകൊണ്ട് അവരെ ഒഴിവാക്കുക. ഇതിൽ ആരെയും ഒഴിവാക്കുന്നില്ല. ഏറ്റവും താഴെ കിടക്കുന്നവന് കൂടുതൽ പരിഗണന കൊടുക്കുന്നു, മറ്റേയാളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇയാൾക്ക് പരിഗണന കൊടുക്കുമ്പോൾ മറ്റേയാളുടെ 2 കുറയുന്നുണ്ടാവും. അത് അയാൾക്ക് യോഗ്യതയില്ല, ഇവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ക്രീമി ലെയറിൽ അങ്ങനെയല്ല. ഒരു പ്രത്യേക വരുമാനം നിരന്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്. സംവരണം എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഔട്ടാണ്. ഇതിൽ സിസ്റ്റത്തിൽ നിങ്ങളുണ്ട്, പക്ഷേ തൽക്കാലം നിങ്ങൾക്ക് കിട്ടുന്നില്ല, താഴെയുള്ളവന് കിട്ടുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഈ രീതിയിലാണ് നന്നായി. എനിക്ക് തോന്നുന്നു ക്രീമി ലെയർ എന്നുള്ള പ്രയോഗം ശരിയല്ല. അതെ, അത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് എന്തായാലും നമ്മുടെ ഈ സംസാരത്തിലൂടെ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. കുറച്ച് അക്കാഡമിക് ആയിരുന്നു, എന്നാലും അത് ഇൻഫോർമേറ്റീവാണ്, ആളുകൾ അറിയേണ്ടതാണ്.